ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഹുണ്ടായുടെ രണ്ട് എഡിഷൻസ് ആണ്. ഒന്ന് വൈബ് എഡിഷനും ഒന്ന് സമ്മർ എഡിഷനും. നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഉള്ള ഗ്രാൻഡ് ഐറ്റൻ നിയോസിൻ്റെ വൈബ് എഡിഷനാണ്. അപ്പോൾ എന്താണ് വൈബ് എഡിഷൻ, എന്താണ് സമ്മർ എഡിഷൻ, നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കില്ല. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. എല്ലാവർക്കും എം ജി എക്സ്പ്ലോർ എന്ന് പറയുന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏതായാലും ഈ ഒരു വൈബ് എഡിഷൻ ഇറക്കിയിരിക്കുന്ന ശരിക്കും യൂത്ത് ജനറേഷനിലുള്ള പിള്ളേർക്ക് വേണ്ടിയിട്ടാണെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ട് ഓപ്ഷൻസിലാണ് മെയിനായിട്ട് അവൈലബിൾ ആയിട്ട് വരുന്നത്. അതായത് സ്പോർട്സ് എഡിഷനിലാണ് നമുക്കിത് വരുന്നത്. സ്പോർട്സ് എഡിഷനിലും സ്പോർട്സ് ഓപ്ഷനിലുമാണ് ഈ ഒരു വേരിയൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കോസ്മെറ്റിക് ചേഞ്ചസും ചെറിയ ചെറിയ ഫീച്ചേഴ്സുമാണ് കിട്ടുന്നത്. അപ്പോൾ അതിനകത്ത് എന്ത് ഫീച്ചേഴ്സാണെന്നുള്ളതാണ് വളരെ കൃത്യമായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത്. അതായത് സേഫ്റ്റിക്ക് മുൻഗണന കൊടുത്തുകൊണ്ടാണ് ഈ ഒരു എഡിഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം, ഇതിൽ നമുക്ക് ഡാഷ് ക്യാമറ ഉണ്ടെന്നുള്ളതാണ്. ഡാഷ് ക്യാമറ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അത് ഒന്നാമത്തെ മെയിൻ മാറ്റം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അലോയ് വീൽസ് കിട്ടുന്നുണ്ട്. അതും ഫുൾ ബ്ലാക്ക് ഔട്ട് ചെയ്ത അലോയ് വീൽസാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇത് രണ്ടാമത്തെ ഒരു മാറ്റം. ഡിസൈൻ ചേഞ്ചസോ കാര്യങ്ങളോ ഒരു രീതിക്കും വന്നിട്ടില്ല. നമുക്ക് ഫ്രണ്ട് കൊണ്ട് തന്നെ നോക്കുമ്പോൾ കാണുമ്പോൾ മനസ്സിലാവും വലിയ ഒരു രീതിക്കുള്ള വ്യത്യാസമോ കാര്യങ്ങളോ ഇല്ല. എല്ലാം ആസിറ്റ് സെയിം ആണ്. ഇതെല്ലാം ഗ്ലോസി ബ്ലാക്ക് ആണ് വരുന്നത്. അതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അതുപോലെ തന്നെ സൈഡും ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ നിയോസിൻ്റെ ചെയ്തുകൊണ്ടാണ് ഞാനത് പിന്നെയും എടുത്ത് പറയാത്തത്. അതെല്ലാം ആസിറ്റ് സെയിം ആണ്. സൈഡ് പ്രൊഫൈൽ കൊണ്ടുവരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു അലോയ് വീലിൻ്റെ മാറ്റമാണ് മെയിനായിട്ട് എടുത്ത് പറയാൻ സാധിക്കുന്നത്. അതൊരു ബ്ലാക്ക് അലോയ് ആണ്. ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഒരു സ്മാർട്ട് ഓട്ടോയാണ്. സ്മാർട്ട് ഓട്ടോ എന്ന് പറഞ്ഞാൽ AMT വാഹനം തന്നെയാണ്. ഇത് കഴിഞ്ഞ് നമുക്ക് ഈ സൈഡിലത്തെ വശത്തോട്ട് വരുമ്പോഴത്തേക്കും അലോയ് വീൽസിൻ്റെ വ്യത്യാസങ്ങളാണ് മെയിനായിട്ട് ഈ ഒരു പോർഷനിൽ കാണുന്നത്. ബാക്കും എല്ലാം സെയിം ആണ്. ഒരു രീതിക്കുള്ള വ്യത്യാസവും ഇല്ല. ഇവിടുത്തെ അതിൻ്റെ ബാഡ്ജിങ് നമുക്ക് കാണാൻ സാധിക്കും. സ്പോർട്സ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന കാര്യം അതാണ് മെയിനായിട്ട് നമുക്കൊരു ഹൈലൈറ്റ് ആയിട്ട് ബാക്കിൽ പറയാനുള്ള. ബാക്കിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇവിടെ നമുക്ക് റിയർ ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം വ്യത്യാസങ്ങളാണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കുന്നത്. ഇനി മെയിനായിട്ടുള്ള വ്യത്യാസം വാഹനത്തിനകത്താണ് വന്നിരിക്കുന്നത്. അകത്തോട്ട് തുറന്ന് കയറുമ്പോൾ ആദ്യത്തെ കാര്യം റിക്വസ്റ്റ് സ്വിച്ച്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ഡോറ് തുറന്ന് കയറുകയാണെങ്കിൽ തന്നെ ഇതിനകത്താണ് ഫുൾ ചേഞ്ചസ് വന്നിരിക്കുന്നത്. അതായത് ഫുൾ ബ്ലാക്ക് ഔട്ട് ആയിരിക്കുകയാണ്. ശരിക്കും ഒരു ബീജ് കളർ നമ്മൾ കാണുമ്പോഴത്തേക്കും നമുക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നുന്ന പോലെ ഈ ഒരു ബ്ലാക്ക് തീം ശരിക്കും ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പേഴ്സണലായിട്ട് ബ്ലാക്ക് തീമാണ് ഭയങ്കര ഇഷ്ടം. കാരണം ബീജ് കളർ വരുമ്പോൾ നമുക്ക് ചെളി പിടിക്കാനൊക്കെ ഉള്ള ചാൻസസ് ഉള്ളതുകൊണ്ട് അത് വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഇത് ഭയങ്കര രസമായിട്ട് നമുക്ക് തോന്നാറുണ്ട്. ഏതായാലും വാഹനത്തിനകത്തോട്ട് കയറി കഴിയുമ്പോൾ ഇവിടെ ഫുൾ ബ്ലാക്ക് ആൻഡ് റെഡ് ഇൻസേർട്സ് നമുക്ക് വരുന്നുണ്ട്. അത് ഇവിടെ മാത്രമല്ല, റെഡ് ഇൻസേർട്സ് വരുന്ന നമുക്ക് ഇവിടെ എല്ലാം സ്റ്റിച്ചിങ് ടൈപ്പ് റെഡ് വരുന്നുണ്ട്. സ്റ്റിയറിങ്ങിൽ തന്നെ അതെ ഈ ഒരു മെറ്റീരിയൽ നമുക്ക് കാണുമ്പോൾ നല്ല രസം ഫീൽ ചെയ്യുന്നുണ്ട്. അതൊരു സ്റ്റിച്ചിങ് മെറ്റീരിയലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതും കാണാൻ നല്ല ഗുമ്മനായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പല ഭാഗത്തും നമുക്ക് റെഡ് ഇൻസേർട്സ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു പോർഷൻസ് റെഡ് ഇൻസേർട്ട് കാണാം. അതായത് AC കൺട്രോൾ നോബ്സിലും എല്ലാം റെഡ് കാണാം. സീറ്റിലും സൈഡിൽ ലെതറും ഇവിടെ വരുന്ന ഫാബ്രിക് മെറ്റീരിയലാണ് കിട്ടുന്നത്. അവിടെ നമുക്ക് പൈപ്ഡ് ആയിട്ട് റെഡ് കിട്ടുന്നുണ്ട്. റെഡ് സ്റ്റിച്ചിങ് വരുന്നുണ്ട്. കാണാൻ നല്ല ഗുമ്മനാണ്. അപ്പോൾ മേളത്തെ പോർഷനിൽ മാറ്റമൊന്നുമില്ല. ഈ ഒരു പില്ലേഴ്സ് വരെ ബീജ് കളറാണ് വരുന്നത്. അത് കഴിഞ്ഞ് താഴോട്ട് ഫുൾ ബ്ലാക്ക് ഇൻസേർട്സ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സേഫ്റ്റിയുടെ ഒരു ഡിവൈസ്, അതായത് ഡാഷ് ക്യാമറ ഇപ്പം മസ്റ്റായിട്ട് വേണ്ട ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഡാഷ് ക്യാമറ ഒരു സേഫ്റ്റി ഡിവൈസാണ്. പക്ഷേ ബാക്കിലും കൂടെ ഒരു ഡാഷ് ക്യാമറ കൊടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ഞാനൊരു ചെറിയ സജഷൻ അങ്ങോട്ട് വെക്കുകയാണ്. ബാക്കിയുള്ള എല്ലാ ആസിറ്റി സെയിം തന്നെയാണ്. ക്ലസ്റ്റർ മീറ്ററും കാണുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവും. ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ആണെങ്കിലും ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. അതിലൊന്നും ഒരു രീതിക്കുള്ള മാറ്റങ്ങളും വരുന്നില്ല. ഏതായാലും ഇത്രയും മാറ്റങ്ങളാണ് നമ്മുടെ ഹുണ്ടായുടെ നിയോസിൽ വന്നിരിക്കുന്നത്. ഇനി ഇപ്പം കണ്ട നിയോസും പഴയ നിയോസും തമ്മിലുള്ളൊരു വ്യത്യാസം കൂടെ ഒന്ന് അറിയണ്ടേ. കാരണം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഈ കാണുന്നത് സ്പോർട്സ് എഡിഷൻ തന്നെയാണ്. ഇത് ഹുണ്ടായുടെ നിയോസ് തന്നെയാണ്. ഫ്രണ്ടും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കാണിച്ച പോലെ സെയിം ആണ്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഫസ്റ്റ് കാര്യം അലോയ് വീൽ നിങ്ങൾക്ക് കാണാം. ഇതായിരുന്നു നമ്മുടെ നേരത്തെ ഡിസൈൻ വന്നുകൊണ്ടിരുന്നത്. ഈ ഒരു ഡിസൈനും ആ ഒരു ഡിസൈൻ ചേഞ്ചും നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമുക്ക് വരുന്ന സമയത്ത് മെയിനായിട്ട് ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതായത് ഡോർ പാഡുകൾ, ഈ ഡോർ പാഡിൻ്റെ കളർ തീമുകൾ ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബീജ് ആൻഡ് ബ്ലാക്ക് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. സീറ്റ്സ് വരുന്ന സമയത്ത് വൈറ്റ് കളർ, അഥവാ ഒരു ബീജ് കളർ എന്ന് പറയാൻ പറ്റില്ല, അതിനെ കഴിഞ്ഞ് കുറച്ചുകൂടെ ഒരു ഓഫ് വൈറ്റ് കളറാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഡാഷ്ബോർഡ് ഏരിയാസും അതിൻ്റെ കളേഴ്സും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ നേരത്തെ, അതായത് ഫസ്റ്റ് മോഡൽ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ഡാഷ് ക്യാമോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. അപ്പം ബാക്കിയുള്ള കൺട്രോൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നമ്മളെ AC കൺട്രോൾസ് എല്ലാം പറഞ്ഞതിൻ്റെ വ്യത്യാസങ്ങളും
ഇവിടുത്തെ ഗിയർ ലിവർ നോബിൽ വരുന്ന വ്യത്യാസം, സീറ്റിൻ്റെ ഡിസൈൻ എലമെൻസും കീ സെയിം തന്നെയാണ് കേട്ടോ, ഒരു മാറ്റവും ഇല്ല. സെയിം കീ തന്നെയാണ് നമുക്കവിടെ കിട്ടുന്നത്. ഇനി ബാക്കിലേയും കൂടെ ഒന്ന് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതും ഒരു സ്പോർട്സ് എഡിഷനാണ്. ഓക്കെ, അങ്ങനെ ഈ രണ്ട് വാഹനത്തിൻ്റെ കമ്പാരിസൺ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇതിൽ രണ്ടിൽ ഏത് വേരിയൻറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യും? ഒന്ന് ജസ്റ്റ് കമൻറ്റും കൂടി ഇട്ടേക്ക്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ, പ്രൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പോപ്പുലർ ഹുണ്ടായുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക.